നിലമ്പൂരിൽ അൻവർ യുദ്ധം ആർക്ക് നേരെയാണ്? കേരളത്തിൽ മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാവി PV അൻവറിനെ പോലെ ഇത്ര കാലം കേരള രാഷ്ട്രീയത്തിലുള്ള ഒരാൾ കാണുന്നത് ഏത് വിധമാണ്? ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആഞ്ഞടിക്കുന്നത് ഭരണപക്ഷത്തിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയുമാണ്. പിണറായിക്കെതിരെയും VD സതീശിനെതിരെയുമാണ്. തെളിവുകൾ പലതിലും പുറത്തുവിടാനുണ്ടെന്ന് ഭീഷണി മുഴക്കുമ്പോഴും ഇതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്ന LDFും UDFും ചിന്തിക്കുന്നത് ശരിക്കും അൻവറിന്റെ പടവെട്ട് ആർക്കെതിരെയാകും എന്നാണോ? ലൈവ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച അൻവർ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിച്ച് നാമനിർദ്ദേശ പത്രിക നൽകി. VV പ്രകാശ് ഹൃദയം പൊട്ടി മരിച്ചതിന് കാരണം ആര്യാടൻ ഷൗക്കത്ത് എന്ന ആരോപണം. മുഖ്യമന്ത്രിക്ക് മറുപടി നാളെ. PV അൻവർ അടഞ്ഞ അധ്യായമെന്ന് UDF. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയെന്ന് കൺവീനർ. അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ UDFിൽ ഭിന്നത. നിലമ്പൂർ UDF കൺവെൻഷനിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച നേതാക്കൾ. പത്രിക നൽകി സ്വരാജ്. രാഷ്ട്രീയ വഞ്ചന ചർച്ചയാക്കാൻ CPM. ആര്യാടൻ പോലും ഇടതുമുന്നണിയെ വഞ്ചിച്ചെന്ന ആരോപണം. മരിച്ചവരെ കുറിച്ച് മര്യാദകേട് പറയുന്നുവെന്ന് UDF. BJP സ്ഥാനാർത്ഥിയും പത്രിക നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിപ്പിക്കുന്നു. മൊഴി നൽകിയവർക്ക് മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് അന്വേഷണ സംഘം. 21 കേസുകൾ അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകി. ബാക്കി കേസുകളും ഉടൻ അവസാനിപ്പിക്കും. പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്ന് അമ്മ. അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനം മോഹൻലാലിനെ അറിയിച്ചു. ജനറൽ ബോഡി യോഗം ഈ മാസം 22-ന്. അക്ഷരമുറ്റത്ത് ചുവട് വെച്ച് 3 ലക്ഷത്തോളം കുരുന്നുകൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി. മുടി മുറിച്ചതിന് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയതായി പരാതി. ശരിയായ രീതിയിൽ വെട്ടിയില്ല എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞെന്ന് രക്ഷിതാവ്. പരാതി അടൂർ ഹോളി ഏഞ്ചൽസിനെതിരെ. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് സ്കൂൾ. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരും. തീരുമാനം തുടർച്ചയായ പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ 16-ാം തീയതി സമ്മേളനം ചേർന്നേക്കും. മലയാളി സംഘടനയുടെ പരിപാടിയിലെത്തിയത് ക്ഷണിക്കപ്പെടാതെയെന്ന് ഷഹീദ് അഫ്രീദി. തൊട്ടടുത്ത് തന്നെ കണ്ട ചിലർ കൂട്ടിക്കൊണ്ട് വേദിയിലേക്ക് പോവുകയായിരുന്നുവെന്നും ക്രിക്കറ്റ് താരം. വിവാദത്തിൽ അത്ഭുതമെന്നും അഫ്രീദി. പോരാട്ടം മുറുകുന്നു. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയായിരുന്നു നിലമ്പൂരിൽ UDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നേതാക്കന്മാരെല്ലാവരും. ദേശീയപാത തകർച്ച തൊട്ട് പൂരം കലക്കൽ വരെ ആയുധമാക്കിയായിരുന്നു UDFിന്റെ പ്രചാരണം. മലപ്പുറത്തെ സംശയമുനയിൽ നിർത്തിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ MP പറഞ്ഞു. സ്വർണ്ണക്കടത്തിന്റെയും കള്ളക്കടത്തിന്റെയും നാടെന്ന് പറഞ്ഞ ചതിപ്രയോഗം മറക്കാനാവില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? 2026-ൽ 100-ലധികം സീറ്റുകൾ നേടി UDF തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൺവെൻഷനിൽ ആവർത്തിച്ചു. BJP സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ വിമർശിച്ചു. ഇവിടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ ഉജ്ജ്വലമായ വിജയം
ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ നൽകുന്ന ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പോഴത്തേത് സേഫ് ലാൻഡിംഗ് ബഹളമാണെന്നും പാലക്കാട് പോലെ നിലമ്പൂരിലും UDF കപ്പടിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. റിസൾട്ട് വന്നപ്പോ എന്താ ഉണ്ടായത് ഞാൻ പറയണല്ലോ. അതും കൊണ്ട് കപ്പടിച്ച് ഞങ്ങൾ പോന്നു. അതേമാതിരി പോവും, ഒരു സംശയവും വേണ്ട. എല്ലാവരും ഒരുങ്ങിക്കൂടി റിസൾട്ടില് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടന്റെ പാരമ്പര്യം ഏറ്റെടുത്ത് നിലമ്പൂരിൽ മതേതരത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്തു. യാതൊരു സംശയമില്ല. ജയ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 12 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരശല്യമില്ല. തൃണമൂൽ സ്ഥാനാർത്ഥി PV അൻവറിന് അപരനുണ്ട്. 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. നാളെയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിവസം സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പത്രിക നൽകാനെത്തി. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജാണ് അവസാന ദിവസം ആദ്യം പത്രിക നൽകാനെത്തിയത്. CPIM-ന്റെയും ഘടകകക്ഷികളുടെയും പ്രധാന നേതാക്കൾ സ്വരാജിനൊപ്പം ഉണ്ടായിരുന്നു. വലിയ വിജയം പ്രതീക്ഷിക്കുന്നതായി സ്വരാജ്. എത്ര കോണുണ്ടാവും മത്സരത്തിനെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും. ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു. പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേരും മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. ചന്തക്കുന്നിൽ നിന്ന് റോഡ് ഷോയായാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ പത്രിക സമർപ്പണത്തിന് എത്തിയത്. നിലമ്പൂരിലെ കർഷകരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടക്കമുള്ളവരാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. മണ്ഡലത്തിലെ സാധാരണക്കാരുടെ വോട്ടുകൾ തനിക്കെന്ന് PV അൻവർ. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് MLA ആവാനാണ്. ഞാൻ MLA പണി ജനങ്ങൾക്ക് വേണ്ടി ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയവൻ, എട്ടെറിഞ്ഞു പോന്നവനാണ്. ഇവിടെ ഇന്ന് ഈ നോമിനേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഞാൻ ഈ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കും ഒപ്പം എത്തിയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക നൽകിയത്. മണ്ഡലത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നതായി മോഹൻ ജോർജ്. വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇതിന്റെ പ്രാധാന്യം തന്നെ ബഹുമാനപ്പെട്ട രാജീവ്ജിയും തുഷാർജിയും വന്നല്ലോ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുടെ തലവേദനയില്ല എന്ന ആശ്വാസമുണ്ട്. എന്നാൽ PV അൻവറിന് അപരനായി അൻവർ സാദത്ത് പത്രിക നൽകിയിട്ടുണ്ട്. ഇയാൾ ചുങ്കത്തറയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ്. 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ന്യൂസ് 18 നിലമ്പൂർ. ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് നിലമ്പൂരിൽ പോരുകുറിച്ച് PV അൻവർ. UDF-ഉമായുള്ള എല്ലാ അനുനയ സാധ്യതകളും തള്ളിയ അൻവർ UDF LDF നേതാക്കൾക്കെതിരായ തെളിവുകൾ പുറത്തുവിടുമെന്ന് വെല്ലുവിളിച്ചു. അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ UDF-ൽ ഭിന്നതയുണ്ടെങ്കിലും ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് UDF കൺവീനറും വ്യക്തമാക്കി. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ഈ പേരിലാണ് അൻവറിന്റെ പോരാട്ടം. UDF-ഉമായി ഇനി ഒരു അനുനയ സാധ്യതയുമില്ലെന്ന് വ്യക്തമാക്കി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ലെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനി ഞാൻ മരിച്ചു വീഴണം. മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടുന്ന് ബിസ്മിയിൽ ഇറങ്ങാൻ പോവുക. ഈ ഇറക്കം ഇത് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് കയറുന്നവരെ വോട്ടിംഗ് 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ ഗോതയിൽ ഞാൻ ഉണ്ടാകും. തോൽവിയെങ്കിലും പരമാവധി വോട്ട് സമാഹരിക്കാനാണ് അൻവറിന്റെ ശ്രമം. രാഷ്ട്രീയ ചിത്രം മാറിമറിയുന്ന നിലമ്പൂരിൽ അൻവറിന്റെ നീക്കം ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അൻവറിനെ കൈകാര്യം ചെയ്ത രീതിയിൽ UDF-ൽ ഇപ്പോഴും വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നേതാക്കളിൽ നിന്ന് ഒരു പരസ്യ നീക്കവും ഉണ്ടാവില്ല. അൻവറിനോട് ഇനിയും സഹകരണ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്ന UDF കൺവീനറും നിലപാട് മാറ്റി. ഇനി ഒരു സഹകരണത്തിനുമില്ല. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. UDF-ഉമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ PV അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു.
തുറന്ന പോരിനൊരുങ്ങുന്ന അൻവർ ഇരു മുന്നണികളെയും വെല്ലുവിളിക്കുകയാണ്. പ്രചരണരംഗത്ത് മുന്നണി രഹസ്യങ്ങൾ തുറന്നു പറയുമെന്നാണ് പ്രഖ്യാപനം. വി.ഡി. സതീശനും മുഹമ്മദ് റിയാസും ആര്യാടൻ ഷൗക്കത്തുമടക്കം അൻവറിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന വി.ഡി. സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. സ്വന്തം പാർട്ടിക്കപ്പുറം ചെറു പാർട്ടികളും പുതിയ മുന്നണിക്കൊപ്പം ചേരുമെന്നാണ് അൻവറിന്റെ അവകാശവാദം. ആം ആദ്മി പാർട്ടിയുടെ കേരള നേതൃത്വം അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രമുഖ മുന്നണികൾക്കെതിരെയുള്ള നീക്കം ആത്മഹത്യാപരമാണെന്ന് വാദമുണ്ടെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ശക്തി തെളിയിക്കൽ തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം. ന്യൂസ് 18 നിലമ്പൂർ. നിലമ്പൂരിൽ രാഷ്ട്രീയ വഞ്ചന ചർച്ചയാക്കുകയാണ് CPM. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും PV അൻവർ വഞ്ചിച്ചു എന്ന വിമർശനവുമായി രംഗത്ത് വന്നു. വഞ്ചകൻ എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് നാളെ മറുപടി നൽകാനാണ് PV അൻവറിന്റെ തീരുമാനം. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി, ഇന്ന് MV ജയരാജൻ. 2 തവണ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച അൻവർ മുന്നണിയെ വഞ്ചിച്ചുവെന്ന വിമർശനം ശക്തമാക്കുകയാണ് CPM. മുൻപ് ഇടതു പിന്തുണയോടെ വിജയിക്കുകയും പിന്നീട് മുന്നണി മാറുകയും ചെയ്ത ആര്യാടനെ തോൽപ്പിച്ച നിലമ്പൂരിലെ പാരമ്പര്യം പറഞ്ഞാണ് MV ജയരാജൻ അൻവറിനെ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചത്. വഞ്ചകരെ ജനങ്ങൾ തള്ളിയ പാരമ്പര്യമാണ് നിലമ്പൂരിലുള്ളത്. ആര്യാടൻ അന്നത്തെ നായനാർ സർക്കാരെ വഞ്ചിച്ച് മറുപക്ഷത്ത് ചേർന്ന് പോയപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാരാ? വഞ്ചകനായ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച TK ഹംസിയാണ്. അത് ഇടതുപക്ഷത്തിന്റെ അന്നത്തെ ഉന്നതമായ വിജയമായിരുന്നു. ഇവിടെ വഞ്ചനയിലൂടെ ആദ്യം കരുതിയത് അൻവർ UDF ചേക്കേറാനാണ്. മറ്റൊരു പാർട്ടിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള വിവരമേ അൻവറിനുള്ളൂ. മുഖ്യമന്ത്രിയുടെ വിമർശനം വിശദമായി കേട്ട ശേഷം നാളെ പ്രതികരിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു. എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഞാൻ കൃത്യമായ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, നിങ്ങളോട് പറയും. അതിനിടെ ആര്യാടൻ ഇടതുപക്ഷത്തെ വഞ്ചിച്ചിട്ടുണ്ടെന്ന MV ജയരാജന്റെ പരാമർശത്തിൽ വിമർശനവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നു. MV ജയരാജൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാണ്. പക്ഷേ സാധാരണഗതിയിൽ ഈ മൺമറഞ്ഞു പോയ ആളുകളെ കുറിച്ച് ഇതുപോലെ മര്യാദഘട്ട വർത്തമാനങ്ങൾ പൊതുപ്രവർത്തകർ ഉപയോഗിക്കാറില്ല. അത് അദ്ദേഹത്തിന്റെ മര്യാദയുടെ ഭാഗമായി തന്നെ നമ്മൾ അതിനെ കാണുക. ന്യൂസ് 18 മലപ്പുറം. PV അൻവറും സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂരിന്റെ മത്സര ചിത്രം തന്നെ മാറുകയാണ്. മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പറയാനുള്ളതാണ് ഇനി കേൾക്കാനുള്ളത്. മത്സരിക്കാൻ പോവാ, എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ ജനിച്ചേ മുതൽക്ക് മുസ്ലിം ലീഗാണ്. എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നതിനെ? നല്ല ആളാണ്. നമുക്ക് എല്ലാ ആളാണ്, മോശമൊന്നുമില്ല. പുള്ളി മത്സരിക്കുന്നതും സ്വാഗതം ചെയ്യുക, നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. നല്ല കാര്യം ജയിക്കും. സഹായന്റെ മൂപ്പരെ കൊണ്ട് എന്നുവെച്ചാൽ പാവങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ആളാണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ്. അൻവർ നല്ല ആളാണ്. അൻവർ നല്ല ആളാണ്. ജയിക്കും അൻവർ? ജയിക്കും. അൻവർ ഞങ്ങളെ പാർട്ടി തന്നെയായിരുന്നു. ഇപ്പൊ മാറി. അപ്പൊ അതുകൊണ്ട് ഇനി അൻവർ വോട്ട് ചെയ്യത്തില്ല? ഇല്ല. ആരൊക്കെ ഉണ്ടായിരുന്നു, അയാളെ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു, അതും പറയണ്ടേ. അൻവറിനെ കൊണ്ട് ഗുണമുണ്ടോ? ആദ്യമൊക്കെ നല്ല ഗുണമുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അൻവർ? നല്ല മനുഷ്യനായിരുന്നോ? പണ്ടൊക്കെ അല്ലേ, ഇപ്പൊ അങ്ങനെ പിരിഞ്ഞു, നമ്മൾ രാജിവെച്ച് പോയി. അത് അയാളെ സാമർത്ഥ്യമായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടുമോ നിങ്ങളെ അഭിപ്രായത്തില്? കിട്ടൂല. അപ്പൊ ക്ഷീണം തന്നെയല്ലേ. കോൺഗ്രസിലെ കൂടി ഇരിക്കുന്ന കുറെ ഒന്നുകൂടെയൊക്കെ നന്നായിരുന്നു. ഇനിയിപ്പം ജയസാധ്യത ഉണ്ടോ അൻവറിന്? എന്റെ അഭിപ്രായത്തിൽ മോശം തന്നെയാണ്. തൃണമൂല കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഇതല്ല, ശക്തി അല്ലല്ലോ. അൻവർ MLA വീണ്ടും മത്സരിക്കാൻ പോവാ, നിങ്ങളുടെ പഴയ MLA. എങ്ങനെ തോന്നുന്നു? ഞങ്ങൾക്ക് വേണ്ട.
വോട്ട് ചെയ്തില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാക്ക് മാറിയോണെന്നാ പിന്നെ എങ്ങനെ പാർട്ടി മാറിയാൽ ശരിയാവില്ല അല്ലെ? ശരിയാവില്ല. അപ്പൊ ഓനല്ല പൈസ എല്ലാം അറിഞ്ഞു ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ വ്യക്തിക്ക് ആൾക്കാർ ആരെയും വോട്ട് കൊടുക്കും. നേരത്തെ ചെയ്ത ആളാണല്ലോ ഇത്തവണ ചെയ്യില്ല അൻവറിന്, അങ്ങനെയാണോ? അൻവറിന് എങ്ങനെ ചെയ്യണത്? ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞല്ലോ. നിന്റെ വോട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞല്ലോ ഓന്. പിന്നെ മത്സരിച്ചാൽ പിന്നെ ആരാ ഓന് വോട്ട് കൊടുക്കുക? നല്ല MLA ആയിരുന്നു അൻവർ. MLA ഒക്കെ ഒന്നും കുഴപ്പമില്ല, ആളുകളായിട്ട് നല്ല സൗഹൃദം ഒക്കെ ഉണ്ട്. ഇല്ല ഒന്നും നമ്മൾ പറയില്ല. ഈ ആസ്പത്രി കുറെ പ്രവർത്തിച്ചു നന്നായും ചെയ്തത്. നമുക്കെന്തൊക്കെയാണോ ചതിയ ചെയ്തത്, വഞ്ചന ചെയ്തത്. ഈ 5 കൊല്ലം പൂർത്തിയാക്കാതെ പോകാൻ പാടില്ലല്ലോ. ഓൻ ജനങ്ങൾക്ക് നല്ല സഹായങ്ങളും മറ്റും മറിച്ചും പേരിലൊക്കെ തന്നിട്ടുണ്ട്. ഓന്റെ കഴിവും കാര്യം പരമാവധി ഓൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഓൻ ചെയ്ത ചതിയാണ്, വഞ്ചനയാണ്, കൊലപാതകം ചെയ്യുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട ഒരാളെ ഓൻ ജയിക്കാൻ പാടി. രാവും പകലും കടന്ന് കേട്ടാണ് കൊന്നക്കുക. മത്സരിക്കാൻ തയ്യാറായെങ്കിലും PV അൻവറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച 7-അംഗ സംഘം തൃണമൂലിനായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതായാണ് സൂചന. സംസ്ഥാന രാഷ്ട്രീയത്തിൽ PV അൻവറിന്റെയും TMCയുടെയും ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ഗൗരവത്തോടെയാണ് പാർട്ടി ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. അഭിഷേക് ബാനർജി നേതൃത്വം നൽകുന്ന റൂർക്കി IITയിൽ നിന്നുള്ള 7-അംഗ വിദഗ്ധ സംഘമാണ് PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കോഴിക്കോടും നിലമ്പൂരുമായി ക്യാമ്പ് ചെയ്യുന്നത്. അൻവർ മത്സരിക്കണമെന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് പകരം കോൺഗ്രസുമായി വിലപേശൽ നടത്താനുള്ള അൻവറിന്റെ തീരുമാനമാണ് TMC ദേശീയ നേതൃത്വത്തിന് സംശയങ്ങൾക്ക് വഴിവെച്ചത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നതിനപ്പുറം UDF പ്രവേശനത്തിനുള്ള സാധ്യതകൾ അടഞ്ഞതോടെയാണ് മത്സരരംഗത്തേക്ക് കടന്നുവരാൻ അൻവർ നിർബന്ധിതനായതെന്ന വിലയിരുത്തലിലാണ് തൃണമൂൽ നേതൃത്വം. പത്രിക പിൻവലിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ PV അൻവർ വീണ്ടും സമ്മർദ്ദ നീക്കങ്ങളിലൂടെ വിലപേശൽ നടത്തുമോ എന്നതും ഗൗരവത്തോടെയാണ് പാർട്ടി നോക്കിക്കാണുന്നത്. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള സുവർണാവസരമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ TMC നോക്കിക്കാണുന്നത്. എന്നാൽ ചാഞ്ചാട്ടത്തോടെയുള്ള അൻവറിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മുഖ്യശത്രുവായ CPMന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന സന്ദേഹവും പാർട്ടിക്കുള്ളതായാണ് വിവരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാകും. തിരിച്ചടി നേരിട്ടാൽ PV അൻവറിന്റെ TMCയിലെ നിലനിൽപ്പും പരിങ്ങലിലാകുമെന്ന് ഉറപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂരിൽ NDA മത്സരിക്കുന്നത് ജയിക്കാനാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വികസന നേട്ടം പറയാൻ ഒന്നുപോലും CPMനില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. 10 കൊല്ലം ഭരിച്ച LDF, 10 കൊല്ലം ഇവിടുത്തെ MLA LDFന്റെ ആയിരുന്നു, 10 കൊല്ലം സർക്കാരും LDFന്റെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ എന്ത് ചെയ്തു എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ കാൻഡിഡേറ്റ് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനൊരു ആഗ്രഹം, നിങ്ങൾ ചെയ്തത് എന്താണെന്ന് പറയാം ജനങ്ങളോട്. നിലമ്പൂരിൽ എന്ത് നടന്നു, എന്താണ് നിലമ്പൂരിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറയൂ. ഇതൊരു അവസരമല്ലേ ഇലക്ഷന്റെ, അത് പറയാണ്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റ് എവിടുന്ന് വന്നു, ആരാണ്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ പാർട്ടിയിൽ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും വികസിത കേരളം എന്ന ലക്ഷ്യം അതിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വാഗതമാണ്. അത് ലെഫ്റ്റിൽ നിന്നും വരും, കോൺഗ്രസിൽ നിന്നും വരും. നിലമ്പൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. കേരളം ഭരിക്കുന്നത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മുഖ്യമന്ത്രിയാണ്. സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ അവിശുദ്ധ ബന്ധമാണെന്നും ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചു. 10 വർഷത്തോളം കയ്യിൽ ഭരണം കിട്ടിയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ അറിയാത്ത മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് എന്ത് ഇമേജിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? നാട് മുന്നോട്ട് പോകണമെങ്കിൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ഇമേജ് ഉള്ള സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് അങ്ങനെ പലതും സ്വപ്നം കാണാമല്ലോ. ഒരു വ്യക്തി എന്താണ് എന്നുള്ളതല്ല, ആ വ്യക്തി നിലനിൽക്കുന്ന പ്രസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചർച്ച. ആ പ്രസ്ഥാനത്തിന്റെ നയം എന്താണ് എന്നുള്ളതാണ് ചർച്ച. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള, നന്നായി ചിന്തിക്കാൻ അറിയാവുന്ന, നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഭാരതവും മുന്നോട്ട് പോകുന്നുണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം എന്ന് ചിന്തയുള്ള നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഈ കർഷക സഹോദരന് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
കൊച്ചി ED ഓഫീസിൽ വിജിലൻസ് പരിശോധന. ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കേസിലെ വിവരശേഖരണത്തിനായിരുന്നു പരിശോധന. നോട്ടീസ് കൈമാറിയ ശേഷമാണ് വിജിലൻസ് സംഘം ED ഓഫീസിൽ നിന്ന് മടങ്ങിയത്. പോയത് പരിശോധനയ്ക്കല്ല എന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് എന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ്. അല്ലാതെ അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ കേസിലേക്ക് വേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പോയി ലെറ്റർ കൊടുക്കുന്നത്. കേസിൽ ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് ശേഖർ കുമാറിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10 ദിവസത്തിനകം മറുപടി നൽകാനും വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. കൊല്ലം സ്വദേശിയായ വ്യവസായി അനീഷ് ബാബുവിന്റെ കേസ് ഒതുക്കാൻ 2 കോടി രൂപ ശേഖർ ഇടനിലക്കാർ വഴി വാങ്ങിയെന്നാണ് വിജിലൻസ് കേസ്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ കേന്ദ്ര സർക്കാർ 16-ാം തീയതി സമ്മേളനം ചേരുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. സർക്കാർ സത്യം മൂടിവെച്ചു എന്നതടക്കം പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. മലയാളി സംഘടനയുടെ പരിപാടിയിലെത്തിയത് ക്ഷണിക്കപ്പെടാതെ എന്ന് വ്യക്തമാക്കി പാക് ക്രിക്കറ്റ് താരം ഷഹിദ് അഫ്രീദി രംഗത്ത്. തന്നെ കണ്ട ചിലർ തൊട്ടടുത്ത വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വിവാദത്തിൽ അത്ഭുതം തോന്നുന്നുവെന്നും രാഷ്ട്രീയത്തിന് മുകളിലാവണം കായികമെന്നും അഫ്രീദി പറഞ്ഞു. ഖലീജ് ടൈംസിനോടായിരുന്നു അഫ്രീദിയുടെ പ്രതികരണം. ക്രിക്കറ്റ് താരം എന്ന നിലയിൽ പാകിസ്ഥാൻ ലഭിക്കുന്നതിനേക്കാൾ സ്നേഹം തനിക്ക് ഇന്ത്യയിൽ നിന്നാണ് ലഭിച്ചതെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കുന്നു. സിനിമാ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തതാണ് കേസുകൾ അവസാനിപ്പിക്കാൻ കാരണം. 21 കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. ബാക്കി കേസുകളും ഉടൻ അവസാനിപ്പിക്കും. മലയാള സിനിമാ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവന്നത്. തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയുന്ന മൊഴികൾ വലിയ വിവാദമായി. ഹേമ കമ്മിറ്റി ശുപാർശകൾക്ക് പിന്നാലെ മോശം അനുഭവങ്ങൾ ഉണ്ടായവർ പരാതിയുമായി വന്നതോടെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം 35 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറി. മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നായിരുന്നു നോട്ടീസിന് നൽകിയ മറുപടി. കോടതി മുഖേനയും മൊഴി നൽകിയവർക്ക് നോട്ടീസ് അയച്ചു. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ മൊഴി നൽകിയതോടെ 21 കേസുകളുടെ തുടർ നടപടിയും അവസാനിപ്പിച്ച് കോടതിക്ക് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. ബാക്കി 14 കേസുകളിലും ഇതേ നിലപാടാണ് മൊഴി നൽകിയവർ ആവർത്തിച്ചത്. ചിലർ കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറായില്ല. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമ കമ്മിറ്റിയിലെടുത്ത എല്ലാ കേസുകളും അവസാനിക്കും. കമ്മിറ്റിക്ക് മൊഴി നൽകാത്ത ചില വനിതാ പ്രവർത്തകരും ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ 40 കേസുകളാണ് എടുത്തത്. ഇതിൽ 30ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന ആവശ്യവുമായി അംഗങ്ങൾ. അഡ്ഹോക് കമ്മിറ്റിയിലാണ് ആവശ്യമുയർന്നത്. ജനറൽ ബോഡി യോഗത്തിലും ഇക്കാര്യം ആവശ്യപ്പെടും. മറ്റ് പദവികളിലേക്കുള്ളവരെയും ജനറൽ ബോഡി യോഗത്തിൽ നിശ്ചയിക്കും. 22-നാണ് ജനറൽ ബോഡി യോഗം. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവ് ശിക്ഷയും 90,000 രൂപ പിഴയും. ചെന്നൈ മഹിളാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെ 11 വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയെ കുറഞ്ഞത് 30 വർഷം വരെ പുറത്തുവിടരുതെന്നും ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു. എവിഡൻസ് நீதிமன்றத்திற்கு திருப்திகரமாக இருந்ததனால் தான் இன்றைக்கு இவ்வளவு பெரிய முக்கியத்துவம் வாய்ந்த ஜட்ஜ்மெண்ட் இன்றைக்கு கிடைத்திருக்கு. எல்லா விட்னஸஸும் மிக அருமையாக அரசு தரப்பிற்கு சாட்சியை நிரூபிக்கக்கூடிய வகையில் அவங்களுடைய எவிடன்சஸ் இருந்தது அப்படின்றத நான் சொல்லிக்கிறேன். மேக்ஸிமம் இந்த குற்றச்சாட்டுக்கு மேக்ஸிமம் பனிஷ்மெண்ட் இதுதான். 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഡിസംബർ 23 രാത്രി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് മടങ്ങും വഴി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. പരാതി നൽകിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയെങ്കിലും പിറ്റേന്ന് വിദ്യാർത്ഥിനി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ക്യാമ്പസിന് സമീപം ബിരിയാണി വിൽക്കുന്നയാളാണ് ജ്ഞാനശേഖരൻ.
ഇയാൾ DMK യുവജന വിഭാഗം പ്രവർത്തകനാണെന്നും DMK നേതാക്കളിൽ ചിലർ ഇയാളെ സഹായിക്കാൻ ശ്രമിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 വിദേശ വിദ്യാർത്ഥികളെ കാണാതായി. യമൻ സ്വദേശികളായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ 7 അംഗ സംഘത്തിൽപ്പെട്ട 2 പേരെയാണ് കാണാതായത്. രത്തിനം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികളാണ് ഇവരും. ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സജീവ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വളർച്ചയുള്ള ഏക ടെലികോം കമ്പനിയായി ജിയോ. ഏപ്രിലിൽ 76,000 മൊബൈൽ വരിക്കാരുമായാണ് ജിയോയുടെ നേട്ടം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കാണിത്. കേരളത്തിലെ മൊത്തം പുതിയ വരിക്കാരുടെ എണ്ണം ഏപ്രിലിൽ 1.11 ലക്ഷം വർദ്ധിച്ചു. ജിയോ എയർ ഫൈബർ 82% വിപണി വിഹിതത്തോടെയാണ് ഫിക്സഡ് വയർലെസ് ആക്സസിൽ മുന്നിലുള്ളത്.